മോദി കാര്യങ്ങൾ ചെയ്തു വരുന്നു. പിണറായി എന്നോട് വിളിച്ച് പറഞ്ഞാൽ അൽഫോൺസ് പോകരുത്, എന്ത് പൊസിഷൻ വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞു. പാകിസ്ഥാനൊന്നും അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പം ബോംബെ തന്നെ 2011 കസബും ആൾക്കാരും വന്ന് 10 പേര് വന്നിട്ട് എത്രയോ പേരെ കൊന്നു. മൻമോഹൻ സിംഗ് ഭരിച്ചുകൊണ്ടിരുന്നു. രാജ്യത്തിന്റെ കാര്യമാണ് പ്രധാനപ്പെട്ട കാര്യം, അല്ല നമ്മുടെ വ്യക്തിപരമായ കാര്യമല്ല. ആരും പ്രതീക്ഷിക്കാത്ത പോലുള്ള ഒരു അടിയാണ് പാകിസ്ഥാൻ കൊടുത്തത്. മഹേഷ് തിവാരി, ET മുഹമ്മദ് ബഷീർ, OIC, കനിമൊഴി, DMK-യുടെ നമ്മൾ എന്ന് എതിർക്കുന്ന ആളാണ്. അവരെ എല്ലാം ഉൾപ്പെടുത്തി DRDO ആണെങ്കിൽ തന്നെ നമ്മുടെ മിസൈൽ സിസ്റ്റംസ്, നമ്മുടെ അഗ്നി സീരീസുകളും ബാക്കി ഇതെല്ലാം DRDOയുടെ പങ്കാളിത്തത്തോട് ഡെവലപ്പ് ചെയ്ത് തീർത്താണ്. ഇപ്പോൾ ബ്രഹ്മോസ് മിസൈൽ തന്നെയാണെങ്കിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ മീൻ മേടിച്ചാണ്, ഇതെല്ലാം QR കോഡ് വഴിയാണല്ലോ, UPI മാത്രമാണല്ലോ ഇപ്പോൾ പേയ്മെന്റ് കൊടുക്കുന്നത്. ലോകത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ നടക്കുന്നുണ്ടോ? അമേരിക്കയിൽ പോയാൽ എൻ്റെ ക്രെഡിറ്റ് കാർഡ് പോലും മിക്കവാറും അവർ അക്സെപ്റ്റ് ചെയ്യല. നമസ്കാരം സാർ. അൽഫോൺസ് കണ്ണന്താനം സാർ. സാറ് ജീവിതം കൊണ്ട് വലിയ മാറ്റങ്ങൾ സംഭവിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ്. ഇപ്പോൾ താങ്കൾ കേന്ദ്രമന്ത്രിയായിരുന്നു. അതിനു മുന്നേ ഒരുപാട് പൊസിഷനുകൾ നിർവഹിച്ചിരുന്നു കേരളത്തിലും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും. ഞാൻ ഒരിക്കൽ വായിച്ചിട്ടുണ്ടായിരുന്നു സാറിനെ ചൈനീസ് ഗവൺമെൻറ് ഡൽഹിയുടെ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ സാറിനെ ചൈനയുടെ നഗര ഉപദേഷ്ടാവായിട്ട് ക്ഷണിച്ചിരുന്നു. പക്ഷേ അതൊന്നും പോകാതെ സാർ രാജ്യത്തെ സേവിക്കാൻ ഇവിടെ തുടർന്നു. ആ സാറ് 10-11 വർഷമായി മോഡിയുടെ കൂടെയാണ്. മോഡി ഗവൺമെൻറ്റിൻ്റെ 11ാം വർഷമാണിപ്പോൾ. എങ്ങനെയാണ് സാറ് മോഡി ഗവൺമെൻറ്റിനെ കാണുന്നത്? ഞാൻ ഒന്നാമത് സുഭാഷേ, ഞാൻ മോദി സർക്കാരിൽ ചേർന്നതേ ഞാൻ കേരളത്തിലെ MLA ആയിരുന്നു. ഇടതുപക്ഷ MLA? ഞാൻ സ്വതന്ത്ര MLA ആയിരുന്നു, പക്ഷേ ഇടതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ 2006 IAS രാജിവെച്ചു. 32ാമത്തെ ദിവസം കാഞ്ഞിരപ്പള്ളി MLA ആയി. ഞാൻ അപ്പോൾ ഇടതിനെ സപ്പോർട്ട് ചെയ്യുന്ന MLA ആയിരുന്നു. 2011 മാർച്ച് 16 എന്നെ റീനോമിനേറ്റ് ചെയ്തു. അവരുടെ കമ്മിറ്റി കൂടിയിട്ട് എന്നെ മാത്രമേ ഒന്ന് നോമിനേറ്റ് ചെയ്തുള്ളൂ. ഞാനന്ന് ഉച്ച കഴിഞ്ഞ് ഞാൻ പ്രസ് കോൺഫറൻസ് നടത്തി. ഞാൻ പറഞ്ഞു, ഞാൻ അസംബ്ലിയിൽ നിന്ന് രാജിവെക്കുകയാണ്, ഞാൻ BJP ചേരാൻ പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, മോദി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം വർഷങ്ങളായിട്ട് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു. അവിടെ എങ്ങനെ കാര്യങ്ങൾ ചെയ്ത് കാണിക്കാമെന്ന് അദ്ദേഹം തെളിയിച്ച ആളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇന്ത്യക്ക് ഇങ്ങനെ ഒരാൾ ആവശ്യമാണ്. കാരണം ആ സമയത്ത് മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയമാണ്. എല്ലാ ദിവസവും പത്രത്തിൽ അഴിമതിയുടെ വാർത്തയായിരുന്നു, കെടുകാരി എസ്സയുടെ വാർത്തയായിരുന്നു. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇന്ത്യ ഇങ്ങനെ പോയാൽ പോരാ, നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരാൾ നമ്മുടെ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടുന്ന് രാജിവെച്ച് പോയത്. എനിക്കിവിടെ എല്ലാവരും വളരെ നല്ല ബന്ധമായിരുന്നു. എനിക്ക് ഇടതിനോടും വളരെ നല്ല ബന്ധമായിരുന്നു, അതുപോലെ വലതിനോടും ബന്ധമായിരുന്നു, എല്ലാവരോടും വളരെ നല്ല ബന്ധമായിരുന്നു. എനിക്ക് ഏറ്റവും നല്ല MLA-ക്കുള്ള അവാർഡും കിട്ടിയതാണ്. അപ്പം ഞാൻ തീരുമാനിച്ചു, ഇതൊന്നും പോരാ, നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം. ഞാനന്ന് വിട്ടിരുന്നെങ്കിൽ ആ ഇലക്ഷനിൽ ഇടത് 2 സീറ്റിന് തോറ്റു. അവർ അത് എൻ്റെ മണ്ഡലം 2ആയിട്ട് വിഭജിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പോയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇടത് ജയിച്ചതിന് ചിലപ്പോൾ വരാമായിരുന്നു. അത് അന്ന് പിണറായി എന്നോട് വിളിച്ച് പറഞ്ഞാൽ അൽഫോൺസ് പോകരുത്, എന്ത് പൊസിഷൻ വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞ, അല്ല, രാജ്യത്തിൻ്റെ കാര്യമാണ് പ്രധാനപ്പെട്ട കാര്യം, അല്ല നമ്മുടെ വ്യക്തിപരമായ കാര്യമല്ല നമുക്ക് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി. അപ്പോൾ പാർട്ടിയിൽ പിന്നെ അടുത്ത 6 വർഷം പ്രവർത്തിച്ചതിന് 2017 ഇന്ത്യയുടെ ടൂറിസം മന്ത്രിയാക്കി. സ്വതന്ത്ര ചുമതലയുള്ള മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു, സഹമന്ത്രിയായിരുന്നു. അതിന് വലിയ വ്യത്യാസമുണ്ട് കേട്ടോ സുഭാഷേ. കാരണം നമ്മൾ സഹമന്ത്രി എന്ന് പറഞ്ഞാൽ ക്യാബിനറ്റ് മന്ത്രിയുടെ അടിയിൽ പ്രവർത്തിക്കുന്നു. ക്യാബിനറ്റ് മന്ത്രിക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ എന്തെങ്കിലും പണി ചെയ്യുന്നു, മിക്കവാറും ഒരു പണി ഉണ്ടാവില്ല. ഞാൻ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിയാന്ന് പറഞ്ഞാൽ ക്യാബിനറ്റ് മന്ത്രിയുടെ അതേ പദവിയിലുള്ള മന്ത്രിയായിരുന്നു ടൂറിസത്തിൻ്റെ. പിന്നെ ഞാനൊരു IT-യുടെ ഇലക്ട്രോണിക്സിൻ്റെ സഹമന്ത്രിയായിരുന്നു. അവിടെ എനിക്ക് പണിയൊന്നും എൻ്റെ മന്ത്രി തന്നില്ല. രവിശങ്കർ പ്രസാദ് എന്ന മന്ത്രി എനിക്ക് പണിയൊന്നും തന്നില്ല. അപ്പോൾ ടൂറിസത്തിൽ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഞങ്ങൾ കാര്യമായിട്ട് പ്രവർത്തനം നടത്തി. ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് 2018-19 നമ്മൾ ആഗോള ടൂറിസത്തിൽ ഇന്ത്യ 3ാം റാങ്കിലേക്ക് വന്നു. $234 ബില്യൺ ടൂറിസത്തിൽ നിന്നുള്ള വരുമാനം. നമ്മൾ 81 ലക്ഷം ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നു. അപ്പോൾ ആഗോളതലത്തിൽ തന്നെ നമ്മൾ വലിയൊരു ടൂറിസം രാജ്യമായി മാറി. എങ്കിൽ തന്നെയും പക്ഷേ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്ന വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം വെറും 16.5 മില്യൺ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ സ്പെയിന് ആണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ കിട്ടുന്നത്. അവിടെ ഏതാണ്ട് 85 മില്യൺ ടൂറിസ്റ്റുകൾ കിട്ടുന്നുണ്ടായിരുന്നു. പോർച്ചുഗൽ, ഇറ്റലി, അത് കഴിഞ്ഞ് അമേരിക്ക, ഇവിടെയൊക്കെ ആണെങ്കിലും വലിയ ടൂറിസം 10-75 മില്യൺ വരുന്നതാണ്.
പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ ആൾക്കാർ തന്നെ ഇന്ത്യയിൽ തന്നെ ഒത്തിരി യാത്ര ചെയ്യുന്നുണ്ട്. ഡൊമസ്റ്റിക് ടൂറിസം നമ്മൾ പറയും. അതിനകത്ത് നമുക്ക് വലിയ ഒരു സംഖ്യയാണ് വരുന്നത്. ബാക്കി അമേരിക്കക്കാളുള്ളതിനേക്കാളൊക്കെ കൂടുതൽ നമ്മൾ ഇന്ത്യക്കാർ തന്നെ ഇന്ത്യയിൽ യാത്ര ചെയ്യുമ്പോൾ അവരെല്ലാം നല്ലവണ്ണം പൈസ ചെലവഴിക്കുന്ന ആൾക്കാരുമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ടൂറിസ്റ്റിൽ നിന്ന് ആൾക്കാർ യാത്ര ചെയ്യുക, ഹോട്ടൽ മുറികളിൽ രാത്രി ചെലവഴിക്കുക, ടാക്സി എടുക്കുക, റെസ്റ്റോറൻറ്റിൽ പോവുക, ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്താൽ എന്നെ സംബന്ധിച്ചിടത്തോളം ടൂറിസം ഏതായാലും കുഴപ്പമില്ല, വിദേശിയാണെങ്കിലും കുഴപ്പമില്ല, ഇന്ത്യക്കാരാണെങ്കിലും കുഴപ്പമില്ല. ആ ലെവലിൽ നമ്മൾ വളരെ നല്ലവണ്ണം നമ്മളുടെ നല്ല പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ മിനിസ്ട്രിയുടെ. പിന്നെ അത് കഴിഞ്ഞാൽ പാർലമെൻറ്റ് 2022 വരെ ഞാൻ തുടർന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മന്ത്രിയായിരുന്നതിനേക്കാളൊക്കെ ഇഷ്ടമായത് പാർലമെൻറ്റ് അംഗമായിരുന്നപ്പോഴാണ്. കാരണം നമ്മൾ മന്ത്രിയായിരിക്കുമ്പോൾ നമുക്ക് ആരെങ്കിലും ചോദ്യം ചോദിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു പാർലമെൻറ്റ് അംഗമാകുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രസംഗിക്കാം, പാർട്ടി സമയം തരണം, പക്ഷേ ചോദ്യം ചോദിക്കാൻ ആരുടെ അനുവാദം വേണ്ട. നമുക്ക് 0 hour എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും 1 മണിക്കൂറുണ്ട്. ആ സമയത്ത് നമ്മുടെ മണ്ഡലത്തിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ ഏത് വിഷയം വേണമെങ്കിലും എടുത്തിട്ട് 3 മിനിറ്റ് നമുക്ക് പ്രസംഗിക്കാം. അത് കഴിഞ്ഞ് വൈകുന്നേരം സ്പെഷ്യൽ മെൻഷനുണ്ട്. ആ സമയത്ത് നമുക്ക് ഏത് വിഷയം വേണമെങ്കിലും എടുത്ത് നമ്മൾ അത് അവതരിപ്പിക്കാം. ഇതെല്ലാം നമ്മൾ പിടിച്ചു പറിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ പ്രസംഗിക്കാനുള്ള സമയമാണെങ്കിൽ തന്നെ നമ്മുടെ പാർട്ടിയോട് തന്നെ നമ്മൾ യുദ്ധം ചെയ്താലേ നമുക്ക് സമയം കിട്ടുള്ളൂ. എൻ്റെ പാർട്ടിയിൽ നിന്ന് ഞാനായിരുന്നു പ്രധാനമായിട്ടും സാമ്പത്തികത്തെപ്പറ്റി പ്രസംഗിക്കുന്ന ആൾ. അപ്പോൾ ഞാനിത് പിടിച്ചു പറിക്കുമായിരുന്നു. സമയം 10, 15, 20, 22 മിനിറ്റ് വരെയൊക്കെ ഞാൻ പിടിച്ചെടുത്തിട്ടുണ്ട് ഓരോ വിഷയത്തിനും സംസാരിക്കാൻ വേണ്ടി, പ്രധാനമായിട്ടും സാമ്പത്തികം. അപ്പം നല്ല രസമായിരുന്നു കേട്ടോ. നമ്മൾ പാർലമെൻറ്റിൽ എങ്ങനെ ഒരൊറ്റ പാർലമെൻറ്റ് അംഗം പോലും ഉറങ്ങാതെ കണ്ണടയ്ക്കാതെ നമ്മൾ പ്രസംഗിക്കുന്ന കേക്ക്, അത് വലിയൊരു ആർട്ടാണ്. ഞാനൊരു നോട്ട് പാഡയിൽ ഒരു കടലാസയിൽ ഒന്നും നോക്കുകയില്ല. ഇതെല്ലാം ഈ നമ്പറുകളെല്ലാം ഞാൻ തലേ ദിവസം കാണാൻ പഠിച്ച് അന്ന് രാവിലെ കാണാതെ പഠിച്ച് അതിങ്ങനെ തലയിരിക്കുക. പിന്നെ അതിൻ്റെ പ്രസംഗം മുഴുവൻ എസ്തംബോറ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ എഴുതി വെച്ചിട്ടുള്ള പ്രസംഗമൊന്നുമല്ല. അതൊക്കെ ഇങ്ങനെ നമ്പറിനനുസരിച്ച് സ്പോണ്ടേനിയസ് ആയിട്ട് വരും. അപ്പോൾ നല്ല രസമാണ്. എല്ലാവരും ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ സാറിന് മൈക്ക് പോലും ഉപയോഗിക്കുകയല്ല, നല്ല ശബ്ദത്തിലേ പ്രസംഗിക്കുകയുള്ളൂ. കാര്യം ആരും ഉറങ്ങരുത്, എല്ലാവരും നമ്മൾ പറയുന്ന കേൾക്കണം എന്നുള്ള വളരെ രസകരമായിരുന്നു പാർലമെൻറ്റിലും. ഇനി നമുക്ക് അത് സാറിൻ്റെ സ്വന്തം അനുഭവങ്ങൾ പറഞ്ഞു. മോഡി ഗവൺമെൻറ്റിനെ സാറ് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയ അറിയാം, പക്ഷേ പ്രധാനമന്ത്രി ആയതിനു ശേഷം 11 വർഷമായി മോഡി ഗവൺമെൻറ്റിനെ ഒന്ന് വിലയിരുത്താമോ? സുഭാഷ്, ഇപ്പോൾ തന്നെ വേൾഡ് ബാങ്കിൻ്റെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മോദി സർക്കാരിൻ്റെ കഴിഞ്ഞ 11 വർഷം കൊണ്ട് ഏതാണ്ട് 25 കോടി ആൾക്കാർ എന്ന് പറഞ്ഞാൽ 250 മില്യൺ ആൾക്കാർ ദാരിദ്ര്യരേഖയ്ക്ക് ഇന്ന് പുറത്ത് മുകളിലോട്ട് വന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് സാമ്പത്തികമായ ശേഷിയുണ്ട്, അവർ പട്ടിണിയിൽ കിടക്കുന്നില്ല. ഇത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്നിപ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്, കുറച്ച് പെർസെൻറ്റേജേ ഉള്ളൂ. എണ്ണമുണ്ട്, പക്ഷെ കാരണം ഇന്ത്യ വലിയ രാജ്യമാണല്ലോ. നമുക്ക് നേരത്തെ സംഭവിച്ചുകൊണ്ടിരുന്ന സർക്കാരുകൾ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ ഇലക്ഷൻ്റെ സമയത്ത് മാനിഫെസ്റ്റോ ഇറക്കും, കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയും, പക്ഷേ ഇതൊന്നും നടക്കില്ലായിരുന്നു. മോദി എങ്ങനെയാണ് വ്യത്യസ്തനായിരിക്കുന്നത്? അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും. ഇപ്പോൾ പലരും പറയുന്നുണ്ട് പ്രതിപക്ഷം തന്നെ മോദി സർക്കാർ കാശുകാരുടെ സർക്കാരാണെന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബഡ്ജറ്റിൽ നിന്ന് പൈസ ചിലവഴിച്ച് നോക്കിയാൽ അതിനകത്ത് ഏതാണ്ട് 10-70% തുകയും ചിലവഴിച്ചിരിക്കുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ്, കാശുകാർക്ക് വേണ്ടിയല്ല. അപ്പോൾ ഇത് പാവങ്ങളുടെ ഒരു സർക്കാരാണ് മോദി സർക്കാർ കഴിഞ്ഞ 11 വർഷമായിട്ട് ഭരിച്ചത്. ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്ന ആളാണ്. എനിക്ക് വെറും പ്രസംഗിച്ച് നടക്കുന്ന ആൾക്കാരെ ഇഷ്ടമില്ല. കാര്യങ്ങൾ നടത്തണം. ഒരു കാര്യം നടത്തിയാൽ അതും കൃത്യം പറയുന്ന സെക്കൻഡിൽ, ആ മിനിറ്റിൽ, ആ വർഷം, മാസം ചെയ്യുന്ന ആൾക്കാരെ എനിക്ക് താല്പര്യം. കാരണം എൻ്റെ ജീവിതം മുഴുവൻ അങ്ങനെ ആയിരുന്നു. ആദ്യമായിട്ട് തന്നെ വീടുകളുടെ എടുക്കാം. ഏതാണ്ട് 4 കോടി വീടുകൾ പാവപ്പെട്ടവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തു. 4 കോടി. ടോയ്ലറ്റിൻ്റെ എടുക്കുക, ഏതാണ്ട് 12 കോടി ടോയ്ലറ്റാണ് പാവങ്ങൾക്ക് വരെ ഉണ്ടാക്കിയിരിക്കുന്നത്. 100%ലേക്ക് പോയി കഴിഞ്ഞു. 100% ആൾക്കാർ സ്വച്ഛ് ഭാരത് വഴി വീട് എല്ലാവർക്കും ആയിട്ടില്ല. അതിനിപ്പം ഞങ്ങളുടെ ഓരോ വർഷം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് 4 കോടി വീട് ഇപ്പം തന്നെ കൊടുത്തു കഴിഞ്ഞു. ജലജീവ മിഷൻ, പിന്നെ കുടിവെള്ളത്തിൻ്റെ ഏതാണ്ട് നമ്മൾ 19.5 കോടി ആൾക്കാർക്കാണ് വീട്ടിൽ ടാപ്പിക്കൂടെ വെള്ളം എത്തിക്കുന്നത്. ടാപ്പിക്കൂടെ. പിന്നെ നമ്മുടെ പാചകവാതകം ഏതാണ്ട് 15 കോടി ആൾക്കാർക്ക് നമ്മൾ പാചകവാതം ഫ്രീ ആയിട്ട് കൊടുത്തു. ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ, റെയിൽവേ, റെയിൽവേയുടെ കാര്യത്തിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ വികസനം ഉണ്ടായിരിക്കുന്ന കഴിഞ്ഞ 10 വർഷമായിട്ടാണ്. അപ്പം നമ്മൾ വന്ദേ ഭാരത് മാത്രം എടുക്കണ്ട, ഒരു എലീറ്റിന് വേണ്ടിയുള്ള ട്രെയിൻ വേണേൽ പറയാം. പക്ഷേ അല്ലാതെ തന്നെ വലിയ വിപ്ലവകരമായ മാറ്റങ്ങളാണ് നമുക്ക് റെയിൽവേ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. റോഡിൻ്റെ ഇപ്പോൾ തന്നെ ഇവിടെ കേരള ചീഫ് മിനിസ്റ്റർ, കേന്ദ്രത്തിൻ്റെ റോഡ് മന്ത്രി പറയുന്നുണ്ടെന്ന്, കേരളം എന്ത് ചോദിച്ചാലും അത് ഞങ്ങൾ തരാം, നിങ്ങൾ സ്ഥലമെടുത്ത് തന്നാൽ മതി.
ബാക്കി കാര്യങ്ങൾ മുഴുവൻ അത്രയും എഫിഷ്യൻ്റായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈയിടെയായിട്ട് ചിലയിടത്തൊക്കെ ചില വീഴ്ച പറ്റിയിട്ടുണ്ട്. അതിൻ്റെ കഴിഞ്ഞ ദിവസം അത് ഗഡ്കരി പറയുകയും ചെയ്തു, വീഴ്ച വരുത്തി ആരെയും വിടൂല്ല. അത് ഉദ്യോഗസ്ഥനാണോ കോൺട്രാക്ടറാണോ തീർച്ചയായിട്ടും പെട്ടെന്ന് നടപടിയെടുക്കും, അത് റെക്ടിഫൈ ചെയ്യും, അത് ശരിയാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റിയാക്ഷൻ ഇവിടെ തെറ്റുപറ്റിയാലും നമുക്ക് തെറ്റുപറ്റാവില്ല, കാരണം നമ്മൾ 100 കാര്യം ചെയ്യുമ്പോൾ അതിനകത്ത് വീഴ്ചകൾ പറ്റാം. അത് വന്നാലും നമ്മൾ വീഴ്ചകൾ അപ്പോഴേ തിരുത്തി മുമ്പോട്ട് പോകും. പിന്നെ ആരോഗ്യ മേഖലയിൽ എടുത്തോളൂ, ഏതാണ്ട് 60 കോടി ആൾക്കാരാണ് നമ്മുടെ ആയുഷ്മാൻ ഭാരതിലെ ഇതുവരെ അതിനകത്ത് ഗുണമുണ്ടാക്കിയത്. 60 കോടി ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒരു നല്ല ആശുപത്രിയുടെ ഒരു കവാടത്തിൽ പോലും പോകാൻ യോഗ്യതയില്ലാത്ത ആൾ ഇതാ പ്രധാനമന്ത്രിയുടെ സ്കീം അനുസരിച്ച് ഏറ്റവും നല്ല ആശുപത്രി പോകാൻ 5 ലക്ഷം രൂപ ഇതാ മോദി കൊടുക്കുന്നു. ഇതൊക്കെ വലിയ വിപ്ലവമാണ്. അവിടെ നിന്ന് ഇങ്ങനെ വന്നതാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിലെത്തിയത്. അത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇപ്പം നമ്മൾ ഒരു സർക്കാരിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ കടമയെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ സുരക്ഷിതമായി നോക്കുക എന്നുള്ള ആദ്യത്തെ കടമ. അപ്പോൾ നമ്മുടെ പാകിസ്ഥാനിൽ നിന്നും അറ്റാക്ക് ചെയ്യുന്ന ഇപ്പം ബോംബെ തന്നെ 2011 അവിടുന്ന് ആൾക്കാർ വന്ന് കസബും ആൾക്കാരും വന്ന് 10 പേര് വന്നിട്ട് എത്രയോ പേരെ കൊന്നു. എന്നിട്ട് നമ്മൾ നടപടിയൊന്നും എടുത്തില്ല നമ്മുടെ സർക്കാർ. മൻമോഹൻ സിംഗ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ നമ്മൾ പാകിസ്ഥാൻ നമ്മളെ പഹൽഗാമിൽ നമ്മുടെ ആൾക്കാരെ കൊന്നു. നമ്മൾ വളരെ ചിട്ടയോടുകൂടി അച്ചടക്കത്തോടുകൂടി കൃത്യം എന്താണ് ചെയ്യേണ്ടതെന്ന് പ്രധാനമന്ത്രി തീരുമാനിച്ച് അതനുസരിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് ആരും പ്രതീക്ഷിക്കാത്ത പോണക്കുള്ള ഒരു അടിയാണ് പാകിസ്ഥാൻ കൊടുത്തത്. അതിൻ്റെ വളരെ ലളിതമായി ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ്. ഞങ്ങളെ തൊട്ടാൽ, ഇന്ത്യയെ തൊട്ടാൽ നമ്മൾ തീർച്ചയായിട്ടും ഇതിനപ്പുറത്ത് നമ്മൾ കടന്നടിക്കുമെന്ന് ആ ഒരു മെസ്സേജും കൂടിയായിരുന്നു. അതുപോലെ സിന്ധു നദീജലം എടുത്ത് നമ്മൾ അതൊക്കെ വേറെ അതെ നമ്മളിപ്പോൾ നമ്മൾ ട്രീറ്റി, വെള്ളത്തിൻ്റെ ട്രീറ്റി നമ്മൾ പറഞ്ഞു ഓക്കെ, നിങ്ങളിതാണ് ഇന്ത്യൻ ജനതയോട് ചെയ്യുന്നത്. കാരണം ഇത് ചെയ്തിരിക്കുന്ന ഇന്ത്യൻ ജനതയോടല്ല, ആണ് സർക്കാരിനോടല്ല, ജനതയോടുള്ള ഒരു ക്രൂരമായിരുന്നു പഹൽഗാമിൽ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ വെള്ളം കുടിച്ചുകൊണ്ട് ഞങ്ങളുടെ രക്തം കുടിച്ച് വാർത്തെടുക്കാൻ നിങ്ങൾ നോക്കണം. അതുകൊണ്ട് പറഞ്ഞു നമ്മൾ ഈ നദീതല ട്രീറ്റി ആണെങ്കിൽ തന്നെയും നമ്മൾ ഇപ്പം റദ്ദാക്കുന്നില്ല, പക്ഷേ നമ്മളിപ്പോൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു, കീപ്പിംഗ് അബേൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അത് ഉണക്കം വെച്ചിരിക്കുകയാണ്. നമ്മളിപ്പം വെള്ളം തരാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ നമ്മളൊരു ശത്രുവിന് മര്യാദയ്ക്ക് പെരുമാറാണെങ്കിൽ നമ്മുടെ വെള്ളം കൊടുക്കാം. അതാണല്ലോ നമ്മൾ കൊടുത്തോണ്ടിരുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ഇന്ത്യൻ ജനതയ്ക്കും വെള്ളം വേണം. പക്ഷേ അങ്ങനെ ഞങ്ങളെ ഉപദ്രവിക്കാൻ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാ രീതിയിലും തിരിച്ചടിക്കും എന്നുള്ളൊരു മെസ്സേജും കൂടി. അതുപോലെ ഇപ്പോൾ 59 രാജ്യങ്ങളിലായിട്ട് നമ്മൾ 32ഓളം ജനപ്രതിനിധികളെ എല്ലാ പാർട്ടിയിലും, ഇപ്പോൾ ജോൺ ബ്രിട്ടാസ്, ശശി തരൂർ, കന്നിമൊഴി, അങ്ങനെ എല്ലാ പാർട്ടിയിലെപ്പെട്ടൊരു നല്ല സംഘത്തെ അയച്ചു. അപ്പോൾ നമുക്കൊരു ഗ്ലോബൽ ഒരു അപ്പിയറൻസ് വരുന്നില്ലേ, ഈ വിസിബിലിറ്റി വരുന്നില്ലേ ഇന്ത്യക്ക്? തീർച്ചയായിട്ടും നമ്മൾ എന്തുകൊണ്ട് ചെയ്തു, ഇതൊക്കെ നമ്മുടെ ലോകരാജ്യങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നു. ജനാധിപത്യത്തിൽ നമ്മുടെ ജിയോ പൊളിറ്റിക്സ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ചെയ്താൽ മാത്രം പോരാ, എന്തുകൊണ്ട് ചെയ്തു എന്ന് നമ്മൾ അറിയിക്കുകയും വേണ്ടേ ലോകത്തെ രാജ്യങ്ങളെ. കാരണം അവരൊക്കെ കൺവിൻസ് ചെയ്യണം. അതുകൊണ്ട് കണ്ടില്ലേ നമ്മൾ കോൺഗ്രസിൽ നിന്ന് ശശി തരൂർ, വിനോദ് ശർമ്മ, പിന്നെ മുഹമ്മദ് ബഷീർ, തിവാരി, മഹേഷ് തിവാരി, ഇ.ടി. മുഹമ്മദ് ബഷീർ, ഒവൈസി, ഭയങ്കര പ്രസംഗം. അതെ, ഒവൈസിയൊക്കെ തീപ്പൊരി പ്രസംഗമല്ലേ, എന്നും മോദി എതിർത്തോണ്ടിരുന്ന ആളാ. കനിമൊഴി DMKയുടെ നമ്മൾ എന്നും എതിർക്കുന്ന ആളാ. അവരെ എല്ലാം ഉൾപ്പെടുത്തി ഇതിപ്പോ സ്ഥിരം സംവിധാനം ആവുമെന്ന് പറഞ്ഞിട്ട് ഇന്നൊരു പ്രസ്താവന വന്നിട്ടുണ്ട് മോഡിയുടെ. അറിയത്തില്ല, ഇന്റർനാഷണൽ ഡെലിഗേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് എനിക്കറിഞ്ഞുകൂടാ അതിനെപ്പറ്റി. പക്ഷേ നമുക്ക് സംവിധാനങ്ങൾ തീർച്ചയായിട്ടും ആവശ്യമാണ്. കാരണം നമ്മൾ കാര്യങ്ങൾ ചെയ്താൽ മാത്രം പോരാ, അത് ചെയ്യുന്നത് ശരിയാണ്, അതിന് ശരി നമ്മളെ പറഞ്ഞ് അവരെ മനസ്സിലാക്കേണ്ടത് അവരുടെ അംഗീകാരത്തിന് വേണ്ടിയല്ല, അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കടമയാണ്, അല്ലേ? അതുപോലെ സാറേ, ഈ ഇപ്പോൾ നടന്ന ഈ യുദ്ധമല്ല, നമ്മളെ ഈ തീവ്രവാദികളെ നമ്മൾ കൈകാര്യം ചെയ്തതിൽ മേക്ക് ഇൻ ഇന്ത്യയുടെ ഒരുപാട് ഉപകരണങ്ങളുണ്ട്, ISROയുടെ മേക്ക് ഇൻ ഇന്ത്യയുടെ. അപ്പോൾ മേക്ക് ഇൻ ഇന്ത്യയെ പരിഹസിച്ചവർക്കുള്ളൊരു ഉത്തരം കൂടിയല്ലേ മേക്ക് ഇൻ ഇന്ത്യ, മോക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പലരും കോൺഗ്രസ്സൊക്കെ പലപ്പോഴും പറയുമായിരുന്നു. അവിടെ നിന്ന് ഇന്ത്യ ഒരുപാട് മുന്നോട്ട് പോയില്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം നമുക്ക് യുദ്ധ ഉപകരണങ്ങൾ, ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് ഇവിടെ ഉണ്ടാക്കേണ്ട ഏറ്റവും ആവശ്യമാണ്. കാരണം നമ്മൾ പുതിയ അന്താരാഷ്ട്ര ഡിപ്ലോമസിയിൽ കാണുന്നത് നമുക്ക് സ്ഥിരം കൂട്ടുകാർ എന്ന് പറയുന്നത് അങ്ങനെ ഇല്ല, വളരെ കുറവാണ്. നമുക്ക് ആരെ ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കും? അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കുമെന്നും റഷ്യയെ ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കുമോ? അപ്പോൾ നമുക്ക് നമ്മുടെ അത്യാവശ്യ ഉപകരണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാക്കിയേ പറ്റുള്ളൂ. അതുകൊണ്ട് മേക്ക് ഇൻ ഇന്ത്യയ്ക്ക്
വളരെ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനുള്ള എല്ലാ പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് നമ്മൾ ഇന്ന് യുദ്ധോപകരണങ്ങൾ ഇന്ത്യയിൽ തന്നെ ഒത്തിരി ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷേ നമ്മൾ ഇനി ഒത്തിരി മുമ്പോട്ട് പോകാനുണ്ട്. എൻ്റെ കാഴ്ചപ്പാടെന്ന് വെച്ചാൽ ലോകത്തിൽ യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കുന്നത് മിക്കവാറും എല്ലാം പ്രൈവറ്റ് മേഖലയിലാണ്, അല്ലാതെ ഗവൺമെൻറ് അല്ല. ഇപ്പോൾ തന്നെ അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനം എഫ് സീരീസ് അതുണ്ടാക്കുന്നത് പ്രൈവറ്റ് സെക്ടറാണ്. അതുപോണക്കല്ലേ ഏറ്റവും നല്ല യുദ്ധവിമാനങ്ങളും ടാങ്കുകളും ഇതെല്ലാം ലോകത്തിലുണ്ടാക്കുന്നത് ഇപ്പോൾ റാഫേലും അത് സർക്കാരിൻ്റെ പങ്കാളിത്തം ഉണ്ടെങ്കിൽ തന്നെയും അത് പ്രൈവറ്റ് സെക്ടറുമായിട്ട് കൊളാബറേഷൻ. അതുകൊണ്ട് പ്രൈവറ്റ് സെക്ടറിനെ, സ്വകാര്യ മേഖലയെ നമ്മൾ നല്ലോണം എൻകറേജ് ചെയ്യണം ഇതിനായിട്ട്. അതിന് കഴിവുള്ള ആൾക്കാരുണ്ട്. ടാറ്റാസ് ഉണ്ട്, L&T ഉണ്ട്, അങ്ങനെ ഭാരത് ഫോർജ് ഉണ്ട്, അങ്ങനെ ഒത്തിരി കമ്പനികളുണ്ട്. പിന്നെ നമ്മുടെ പബ്ലിക് സെക്ടറിൽ ചിലതൊക്കെ ഇപ്പോൾ ഭാരത് ഇലക്ട്രോണിക്സ് ആണെങ്കിൽ നമ്മുടെ ആകാശ് തീർ എന്ന് പറയുന്ന ആ റഡാർ സിസ്റ്റം ഡെവലപ്പ് ചെയ്തുണ്ടാക്കിയത് അവരാണ്. പിന്നെ DRDO ആണെങ്കിൽ തന്നെ നമ്മുടെ മിസൈൽ സിസ്റ്റംസ്, നമ്മുടെ അഗ്നി സീരീസുകളും ബാക്കി ഇതെല്ലാം DRDOയുടെ പങ്കാളിത്തത്തോട് ഡെവലപ്പ് ചെയ്തെടുത്താണ്, ബ്രഹ്മോസ് ഇതല്ലേ. അപ്പം എൻ്റെ കാഴ്ചപ്പാടിൽ DRDO ഒക്കെ അവർ ഇതുവരെ വിജയിച്ച മേഖലയിൽ മാത്രം പ്രവർത്തിക്കണം. അതും മിസൈൽ ടെക്നോളജി അതുപോലൊക്കെ ഉള്ളത്. ബാക്കി മേഖലകളെല്ലാം എൻ്റെ കാഴ്ചപ്പാട് പ്രൈവറ്റ് സെക്ടറിന്, സ്വകാര്യ മേഖലയ്ക്ക് വിട്ടിട്ട് നമ്മൾ അതിനെ എൻകറേജ് ചെയ്യണം, നല്ലവണ്ണം പാർട്ണർഷിപ്പ് രീതിയിലൊക്കെ പോകണം. അങ്ങനെയാണ് പോകുന്നത്. മോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പ്രൈവറ്റ് സെക്ടറിനെ കൂടെ നല്ലവണ്ണം നല്ല പങ്കാളിത്തത്തോടെ നമ്മുടെ രാജ്യം നമുക്ക് ആവശ്യമുള്ള ഡിഫൻസിൻ്റെ സകല എക്യുപ്മെൻറ്റ്സും നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടാക്കാൻ നമുക്ക് ശ്രമിക്കണം. എന്നിട്ട് നമ്മളിപ്പോൾ ഒത്തിരി എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബ്രഹ്മോസ് മിസൈൽ തന്നെയാണെങ്കിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല എക്യുപ്മെൻറ്റ്സും നമ്മളിപ്പോൾ എക്സ്പോർട്ട് ചെയ്യാനും തുടങ്ങി. ഞാൻ അവസാനമായ ഒരു ചോദ്യം ചോദിച്ചത്, നോട്ട് നിരോധനം വന്നപ്പോഴും ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞപ്പോഴും P. ചിദംബരത്തിൻ്റെയും തോമസ് ഐസക്കിൻ്റെയും, ഞാൻ അങ്ങനെ പറഞ്ഞത് ഒന്ന് ഡൽഹിയിലും ഒന്ന് കേരളത്തിലും, 2 പ്രസ്താവന വന്നു. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളും സാധാരണ ജനങ്ങളും ഇനി ഗൂഗിൾ വഴിയാണോ പൈസ കൊടുക്കാൻ പോകുന്നതെന്നൊരു ചോദ്യം വന്നു. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ ഒരു വട വാങ്ങിയാൽ 10 രൂപയ്ക്ക് ഗൂഗിൾ വാങ്ങും. മത്സ്യത്തൊഴിലാളി സ്ത്രീകൾ വരെ നമ്മൾ മത്സ്യം വാങ്ങിച്ചാൽ ഉടനെ അവർ മറ്റേ ഇതെടുത്തിട്ട് QR കോഡ് കാണിച്ചു തരുന്നത്. അതൊരു വലിയ വിപ്ലവം ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടില്ലേ ഈ ഡിജിറ്റൽ മേഖലയിൽ? സുഭാഷ്, എൻ്റെ പുസ്തകത്തിൽ ഞാനൊരു ചാപ്റ്റർ തന്നെ അതിനകത്ത് പറയുന്നുണ്ട്. പുതിയ പുസ്തകം ദ വിന്നിംഗ് ഫോർമുലയായി പറയുന്നുണ്ട് ഡിജിറ്റൽ വിപ്ലവം. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ വിപ്ലവം നടത്തിയിരിക്കുന്നത് ഇന്ത്യയിലാണ്. പറഞ്ഞില്ലേ, 10 രൂപയ്ക്ക് വട മേടിച്ചാൽ, നമ്മുടെ പച്ചക്കറി മേടിച്ചാൽ, നമ്മുടെ മീൻ മേടിച്ചാൽ, ഇതെല്ലാം QR കോഡ് വഴിയാണല്ലോ, UPI മുഖാന്തരമാണല്ലോ ഇപ്പോൾ പേയ്മെൻറ്റ് കൊടുക്കുന്നത്. ലോകത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ നടക്കുന്നുണ്ടോ? അമേരിക്കയിൽ പോയാൽ എൻ്റെ ക്രെഡിറ്റ് കാർഡ് പോലും മിക്കവാറും അവർ അക്സെപ്റ്റ് ചെയ്യല. ഇത് അമേരിക്കൻ ക്രെഡിറ്റ് കാർഡ് അല്ലെന്ന് പറഞ്ഞു. അത് വിസയും മറ്റേതും ഇതൊക്കെയാണ് എങ്കിൽ തന്നെയും വലിയ പാടാണ്. ഇന്ത്യയിലാണെങ്കിൽ എന്ത് എളുപ്പമാണ് ഇതൊക്കെ. മണി ട്രാൻസ്ഫർ പിന്നെ ഇതൊക്കെ ഈ രാജ്യത്തെ ഏറ്റവും മൂലം ചൈനീസ് ബോർഡറിലും ബർമ ബോർഡറിലും ഇന്ത്യയിൽ എല്ലായിടത്തും ഏറ്റവും പാവപ്പെട്ടൊന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന, ഫോണിൽ കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമല്ല. ഞാനാണെങ്കിലും ഇപ്പോൾ പേഴ്സ് കൊണ്ട് നടക്കാറില്ലല്ലോ, അപൂർവം ആളുകളെ പേഴ്സ് എടുക്കുന്നില്ല, ഒന്നും ആവശ്യമില്ല. എല്ലാം ഇത് എനിക്ക് ലോകം കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപ്ലവങ്ങളിലൊന്നാണ് ഇന്ത്യയിലെ ഡിജിറ്റൽ ഈ പൈസ കൈകാര്യം ചെയ്യുന്നത്. എനിവേ, താങ്ക് യു സർ. ഇത്രയും കാര്യം നമ്മളോടൊപ്പം ചിലവഴിച്ചതിന് വളരെ സന്തോഷമുണ്ട്.